എല്ലാവർക്കും നമസ്കാരം. സിനിയാണ്. കഴിഞ്ഞ ദിവസം പ്രസംഗ പരിശീലന ക്ലാസ്സിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, രാഷ്ട്രീയ പ്രസംഗം പഠിപ്പിക്കുമോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, പ്രസംഗമാണ് പഠിപ്പിക്കുന്നത്. അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കണോ, സാമൂഹ്യമായിട്ട് ഉപയോഗിക്കണോ, സാമ്പത്തികമായിട്ട് ഉപയോഗിക്കണോ എന്നൊക്കെ നിങ്ങളുടെ പ്രവർത്തിക്കുന്ന ഫീൽഡ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഏത് ഫീൽഡിൽ എങ്ങനെ ഉപയോഗിക്കണമെന്നത് നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം അനുസരിച്ച് നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കുന്ന ഒരു കല കൂടിയാണല്ലേ പ്രസംഗം. കാരണം രാഷ്ട്രീയ പ്രസംഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില വ്യക്തമായ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർ പ്രസംഗിക്കേണ്ടി വരും. അവർക്കുള്ള കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് ആ പ്രസ്ഥാനത്തെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. അവരുടെ വാക്കുകൾ കേൾക്കുന്ന അണികൾ, അവരെ ഫോളോ ചെയ്യുന്നവർ ആ വ്യക്തമായ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഉള്ള സംസാരം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ തെരുവോരങ്ങളിൽ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാമല്ലോ. ഓഡിറ്റോറിയത്തിൽ നിന്ന് മാത്രമല്ല, രാഷ്ട്രീയ പ്രസംഗങ്ങൾ മുഴുവനും, പൊതുവേദികൾ മുഴുവനും റോഡ് സൈഡുകളിലാണ്, വഴിയോരങ്ങളിലാണ്. തീർച്ചയായിട്ടും അവരുടെ എന്താ പറയുക, ധർണകളും പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും എല്ലാം, മീറ്റിങ്ങുകളും എല്ലാം നടക്കുന്നത് പൊതുജനങ്ങളുടെ സമക്ഷത്തിലാണ്. അപ്പോൾ അവർ സംസാരിക്കേണ്ടത് അവരുടേതായ വീറും വാശിയും അവരുൾക്കൊള്ളുന്ന ആ നിലപാടുകളെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കട്ടെ. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഭരണപക്ഷമായിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ, അവർ സംസാരിക്കുന്നത് അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഊർജ്ജത്തോടു കൂടിയായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രസംഗം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഏത് നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിങ്ങൾ മനസ്സിലാക്കുക പൂർണ്ണമായിട്ടും. എന്നിട്ട് നിങ്ങൾ സംസാരിക്കുക. അങ്ങനെ നമുക്ക് സംസാരിക്കാൻ സാധിക്കും. അല്ലാതെ പ്രസംഗം പഠിക്കുമ്പോൾ രാഷ്ട്രീയ പ്രസംഗം മാത്രമായിട്ട് പഠിപ്പിക്കുക, അല്ലെങ്കിൽ സാമൂഹ്യ പ്രസംഗം മാത്രമായിട്ട് പഠിപ്പിക്കുക എന്നില്ല. പ്രസംഗം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ തീരുമാനിക്കണം, നമ്മൾ എങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി എങ്ങനെ പ്രസംഗിക്കണം എന്ന്, അല്ലേ?